ആകാശം എപ്പോഴും മനുഷ്യന് അത്ഭുതവും അതേസമയം തന്നെ ഭയവുമാണ്. ദൂരങ്ങൾ താണ്ടാനും ലക്ഷ്യങ്ങളിലേക്ക് അതിവേഗം കുതിക്കാനും വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും മനുഷ്യനെ സഹായിക്കുമ്പോൾ അതേ ആകാശം തന്നെ ചിലപ്പോഴൊക്കെ വൻ ദുരന്തങ്ങളുടെ വേദിയാകാറുമുണ്ട്. ഇന്ത്യയുടെ ചരിത്ര താളുകളിൽ ചോര കൊണ്ടെഴുതപ്പെട്ട ഒട്ടനവധി അധ്യായങ്ങളുണ്ട്. രാജ്യത്തിൻ്റെ ഗതിവിഗതികൾ മാറ്റിയ ജനമനസ്സുകളിൽ ഇന്നും വിങ്ങലായി നിൽക്കുന്ന ആകാശ ദുരന്തങ്ങളുടെ കഥകൾ. രാഷ്ട്രീയത്തിലെ അതികായന്മാർ മുതൽ വെള്ളിത്തിരയിലെ വിസ്മയങ്ങൾ വരെ അപ്രതീക്ഷിതമായി ആകാശച്ചുവട്ടിൽ പൊലിഞ്ഞു പോയപ്പോൾ അത് സൃഷ്ടിച്ച ശൂന്യത ഇന്നും നികത്തപ്പെടാനാവാതെ കിടക്കുന്നു. അധികാരത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴും പ്രശസ്തിയുടെ കൊടുമുടിയിൽ വിരാജിക്കുമ്പോഴും മരണം ഒരു പക്ഷിയെപ്പോലെ പറന്നെത്തി റാഞ്ചിക്കൊണ്ടുപോയ ആ ചരിത്ര നിമിഷങ്ങളിലൂടെയുള്ള ഒരു സഞ്ചാരം. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരുപക്ഷെ ഏറ്റവും വലിയ ആഘാതം സൃഷ്ടിച്ച വിമാനാപകടങ്ങളിലൊന്ന് 1980 സംഭവിച്ച സഞ്ജയ് ഗാന്ധിയുടെ വിയോഗമാണ്. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മകനും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അന്നത്തെ അനിഷേധ്യ ശക്തിയുമായിരുന്ന സഞ്ജയ് ഗാന്ധി വെറുമൊരു നേതാവ് മാത്രമായിരുന്നില്ല, മറിച്ച് കോൺഗ്രസിൻ്റെ ഭാവി വാഗ്ദാനമായിരുന്നു. 1980 ജൂൺ 23 ന്യൂഡൽഹിയിലെ സഫ്ദർജംഗ് വിമാനത്താവളത്തിന് സമീപം അദ്ദേഹം പറത്തിയിരുന്ന പിറ്റ്സ് S-2A എന്ന ചെറുവിമാനം നിയന്ത്രണം വിട്ട് തകർന്നപ്പോൾ അത് തകർത്തത് ഒരു കുടുംബത്തിൻ്റെ സ്വപ്നങ്ങൾ മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭാവി കൂടിയായിരുന്നു. സഞ്ജയ് ഗാന്ധിയുടെ മരണം രാജീവ് ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനത്തിനുള്ള വഴിയൊരുക്കുകയും അത് പിൽക്കാലത്ത് ഇന്ത്യയുടെ ചരിത്രം തന്നെ തിരുത്തി എഴുതുകയും ചെയ്തു. സമാനമായ രീതിയിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് കനത്ത നഷ്ടം വരുത്തിയ മറ്റൊരു വിയോഗമായിരുന്നു മാധവറാവു സിന്ധ്യയുടേത്. ഗോളിയോർ രാജകുടുംബാംഗവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന അദ്ദേഹം ഭാവിയിലെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കപ്പെട്ടിരുന്ന വ്യക്തിത്വമായിരുന്നു. എന്നാൽ 2001 സെപ്റ്റംബർ 30 ഉത്തർപ്രദേശിലെ മെയിൻപുരിയിൽ വെച്ച് കനത്ത മഴയ്ക്കിടെ അദ്ദേഹം സഞ്ചരിച്ച സ്വകാര്യ വിമാനം തകർന്നു വീണു. അദ്ദേഹത്തോടൊപ്പം 4 മാധ്യമ പ്രവർത്തകരും അന്ന് മരണമടഞ്ഞു. സൗമ്യമായ പെരുമാറ്റവും കാര്യക്ഷമമായ പ്രവർത്തനവും കൊണ്ട് ജനമനസ്സുകളിൽ ഇടം നേടിയ സിന്ധ്യയുടെ വിയോഗം ദേശീയ രാഷ്ട്രീയത്തിന് വലിയൊരു നഷ്ടമായിരുന്നു. രാഷ്ട്രീയ പദവികളുടെ ഉന്നതിയിൽ ഇരിക്കുമ്പോഴാണ് പല നേതാക്കളെയും മരണം തട്ടിയെടുത്തത്. ലോക്സഭാ സ്പീക്കറായിരുന്ന GMC ബാലയോഗിയുടെ മരണം ഇതിനൊരു ഉദാഹരണമാണ്. തെലുങ്ക് ദേശം പാർട്ടിയുടെ സമുന്നത നേതാവായിരുന്ന അദ്ദേഹം 2002 മാർച്ച് 3 ആന്ധ്രാപ്രദേശിൽ വെച്ചുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിലാണ് കൊല്ലപ്പെട്ടത്. സാങ്കേതിക തകരാറും മോശം കാലാവസ്ഥയും കാരണം അദ്ദേഹം സഞ്ചരിച്ച ബെൽ 206 ഹെലികോപ്റ്റർ തകർന്നു വീഴുകയായിരുന്നു. ഒരു ലോക്സഭാ സ്പീക്കർ പദവിയിലിരിക്കെ മരണപ്പെടുന്ന ആദ്യത്തെ സംഭവമായിരുന്നു ഇത്. ആന്ധ്രാപ്രദേശിനെ മാത്രമല്ല മുഴുവൻ ഇന്ത്യയെയും ഞെട്ടിച്ച ഒന്നായിരുന്നു 2009 മുഖ്യമന്ത്രിയായിരുന്ന YS രാജശേഖര റെഡ്ഡിയുടെ മരണം. ജനകീയനായ മുഖ്യമന്ത്രിയായിരുന്നു YSR. ചിറ്റൂരിലേക്കുള്ള യാത്രക്കിടെ നല്ലമല കാടുകൾക്ക് മുകളിൽ വെച്ച് ഹെലികോപ്റ്റർ കാണാതാവുകയായിരുന്നു. ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന ആകാംക്ഷകൾക്കും തിരച്ചിലുകൾക്കും ഒടുവിൽ തകർന്ന ഹെലികോപ്റ്ററും കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങളും കണ്ടെത്തി. കർഷകർക്കും സാധാരണക്കാർക്കും വേണ്ടി അദ്ദേഹം നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികൾ ഇന്നും സ്മരിക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം ആന്ധ്ര രാഷ്ട്രീയത്തിൽ വലിയൊരു ശൂന്യത സൃഷ്ടിക്കുകയും പിൽക്കാലത്ത് ജഗൻമോഹൻ റെഡ്ഡിയുടെ രാഷ്ട്രീയ ഉദയത്തിന് കാരണമാവുകയും ചെയ്തു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ദുഷ്കരമായ ഭൂപ്രകൃതിയും പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന ദോർജി ഖണ്ഡു 2011 ഏപ്രിലിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടത് ഇതിനൊരു ഉദാഹരണമാണ്. തവാങ്ങിൽ നിന്ന് ഇറ്റാനഗറിലേക്കുള്ള യാത്രക്കിടെ കാണാതായ ഹെലികോപ്റ്റർ 5 ദിവസങ്ങൾക്ക് ശേഷമാണ് കണ്ടെത്തിയത്. അതുപോലെ തന്നെ 1997 പ്രതിരോധ സഹമന്ത്രിയായിരുന്ന NVN സോമുവും അരുണാചൽ പ്രദേശിൽ വെച്ചുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിലാണ് മരിച്ചത്. പഞ്ചാബ് ഹിമാചൽ പ്രദേശ് ഗവർണറായിരുന്ന സുരേന്ദ്രനാഥ് 1994 ഹിമാചൽ പ്രദേശിൽ വെച്ചുണ്ടായ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടതും ഈ പരമ്പരയിലെ മറ്റൊരു ദുരന്തമാണ്. ഹരിയാനയിലെ പ്രമുഖ വ്യവസായിയും മന്ത്രിയുമായിരുന്ന OP ജിണ്ടാലും മന്ത്രി സുരേന്ദ്ര സിംഗും 2005 ഒരേ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചത് ഹരിയാന രാഷ്ട്രീയത്തെ പിടിച്ചുലച്ചിരുന്നു. മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു വിമാനാപകടമാണ് 1973 മെയ് 31 ന്യൂഡൽഹിക്ക് സമീപം നടന്ന ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് 440 അപകടം. ഈ ദുരന്തത്തിൽ നഷ്ടമായത് 2 പ്രമുഖ നേതാക്കളെയായിരുന്നു. രാജ്യസഭാ MP ആയിരുന്ന ദേവകി ഗോപിനാഥും കോയമ്പത്തൂരിൽ നിന്നുള്ള ലോക്സഭാ MP ആയിരുന്ന K ബാലദണ്ഡായുധവും ഈ അപകടത്തിലാണ് മരണമടഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തനായ നേതാവും മികച്ച വാഗ്മിയുമായിരുന്ന ബാലദണ്ഡായുധത്തിൻ്റെ വിയോഗം ഇടത് രാഷ്ട്രീയത്തിന് നികത്താനാവാത്ത നഷ്ടമായിരുന്നു. ഒരേ വിമാനത്തിൽ സഞ്ചരിച്ച 2 ജനപ്രതിനിധികളെയാണ് അന്ന് നഷ്ടമായത്. രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല, രാജ്യത്തിൻ്റെ സുരക്ഷാ ചുമതലയുള്ളവരും ഇത്തരം അപകടങ്ങളിൽപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്തിൻ്റെ മരണം 2021 രാജ്യത്തെ നടുക്കി. തമിഴ്നാട്ടിലെ കൂനൂരിൽ വെച്ച് വ്യോമസേനയുടെ അത്യാധുനിക ഹെലികോപ്റ്റർ തകർന്ന് അദ്ദേഹവും ഭാര്യ മധുലിക റാവത്തും ഉൾപ്പെടെ 14 പേർ മരിച്ചു. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയുടെ അപ്രതീക്ഷിത വിയോഗം രാജ്യസുരക്ഷാ രംഗത്തും വലിയ ഞെട്ടലുളവാക്കി.
സ്വാതന്ത്ര്യ സമര നായകൻ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനവും ഒരു വിമാനാപകടവുമായി ബന്ധപ്പെട്ടാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1945-ൽ തായ്വാനിൽ വെച്ചുണ്ടായ വിമാനാപകടത്തിലാണ് അദ്ദേഹം മരിച്ചതെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകൾ ഇന്നും അവസാനിച്ചിട്ടില്ല എന്നതാണ് സത്യം. കാലം മുന്നോട്ട് പോകുമ്പോഴും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്നത് വേദനാജനകമാണ്. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ വിജയ് രൂപാനിയുടെ വിയോഗം 2025 ജൂണിൽ സംഭവിച്ച എയർ ഇന്ത്യ അപകടത്തിലായിരുന്നു സംഭവിച്ചത്. അഹമ്മദാബാദിൽ വെച്ചുണ്ടായ ഈ അപകടം ഗുജറാത്ത് രാഷ്ട്രീയത്തിലെ സൗമ്യനായ ഒരു മുഖത്തെയാണ് മായ്ച്ചു കളഞ്ഞത്. ഏറ്റവും ഒടുവിലായി 2026 ജനുവരി 28-ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ വിയോഗവും ഈ പട്ടികയിൽ ചേർക്കപ്പെടുന്നു. നീണ്ട രാഷ്ട്രീയ അനുഭവ സമ്പത്തുള്ള ദാദ എന്ന് എല്ലാവരും സ്നേഹത്തോടെ വിളിച്ചിരുന്ന അജിത് പവാറിന്റെ മരണം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയൊരു വിടവാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. തുടർച്ചയായി അധികാരത്തിന്റെ ഭാഗമായിരുന്ന അദ്ദേഹം ഭരണരംഗത്തെ തന്റെ കാര്യക്ഷമതയിലൂടെ ശ്രദ്ധേയനായിരുന്നു. ഈ വിയോഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അധികാരം കയ്യിലുണ്ടെങ്കിലും വിധിക്ക് മുന്നിൽ മനുഷ്യൻ നിസ്സഹായനാണ് എന്ന സത്യമാണ്. രാഷ്ട്രീയത്തിനപ്പുറം സിനിമാ ലോകത്തെയും വിമാനാപകടങ്ങൾ കണ്ണീരിലാഴ്ത്തിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യൻ സിനിമയുടെ സൗന്ദര്യമായിരുന്ന നടി സൗന്ദര്യയുടെ മരണം ഇതിന് പ്രധാനമാണ്. 2004-ൽ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കരിംനഗറിലേക്ക് പോകാൻ ബാംഗ്ലൂരിൽ നിന്ന് പറന്നുയർന്ന ഉടനെ വിമാനം തകർന്നു വീഴുകയായിരുന്നു. വെറും 31 വയസ്സ് മാത്രമുണ്ടായിരുന്ന സൗന്ദര്യ അന്ന് ഗർഭിണിയായിരുന്നു എന്നത് ആ ദുരന്തത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. സൂര്യവംശം, അമ്മോരു, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, കിളിച്ചുണ്ടൻ മാമ്പഴം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയ ആ ചിരി ഇന്നും പ്രേക്ഷകരുടെ മനസ്സിലുണ്ട്. ബാലതാരമായി വന്ന് വിസ്മയിപ്പിച്ച തരുണി സച്ദേവ് എന്ന കൊച്ചു പെൺകുട്ടിയുടെ വിയോഗം ആരെയും കരയിക്കുന്നതായിരുന്നു. വെള്ളിനക്ഷത്രം എന്ന മലയാള സിനിമയിലും പാ എന്ന സിനിമയിലും രസ്ന പരസ്യത്തിലും ഉൾപ്പെടെ തിളങ്ങിയ തരുണി തൻ്റെ 14-ാം വയസ്സിൽ 2012-ൽ നേപ്പാളിൽ വെച്ചുണ്ടായ വിമാനാപകടത്തിലാണ് മരിച്ചത്. ആ കരുന്നു പ്രതിഭയോടൊപ്പം അമ്മയും അന്ന് യാത്രയായി. കന്നഡ നടൻ ശങ്കർ നാഗിൻ്റെ കുടുംബത്തിനും വിമാനാപകടം വില്ലനായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരിയും മോഡലുമായ കോളിൻ ജാമിസൺ 1992-ൽ ഒരു വിമാനാപകടത്തിലാണ് മരണമടഞ്ഞത്. സാങ്കേതികവിദ്യ എത്രയൊക്കെ വളർന്നാലും സുരക്ഷാ ക്രമീകരണങ്ങൾ എത്രയൊക്കെ ശക്തമാക്കിയാലും പ്രകൃതിയുടെയും വിധിയുടെയും മുന്നിൽ മനുഷ്യൻ പരാജയപ്പെടുന്ന നിമിഷങ്ങളാണ് ഈ അപകടങ്ങൾ ഓരോന്നും. ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകുന്നത് വ്യക്തികൾ മാത്രമല്ല, അവർ പ്രതിനിധീകരിക്കുന്ന ആശയങ്ങളും സ്വപ്നങ്ങളും കൂടിയാണ്. സഞ്ജയ് ഗാന്ധി മുതൽ അജിത് പവാർ വരെയുള്ളവരുടെ വിയോഗങ്ങൾ ഇന്ത്യൻ ചരിത്രത്തിൽ ഓരോ കാലഘട്ടത്തിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ആകാശയാത്രകൾ വേഗതയുടെ പര്യായമാണെങ്കിലും ഇത്തരം ഓർമ്മകൾ അവശേഷിപ്പിക്കുന്നത് ജാഗ്രതയുടെയും ഒപ്പം ജീവിതത്തിൻ്റെ ക്ഷണികതയുടെയും വലിയ പാഠങ്ങളാണ്. ആകാശങ്ങളിൽ പൊലിഞ്ഞുപോയ ഈ നക്ഷത്രങ്ങൾ ചരിത്രത്തിൻ്റെ താളുകളിൽ എന്നും ജ്വലിച്ചങ്ങനെ നിൽക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.